ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ ശറഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന താലീം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ മഹത്തായ വേദിയിൽ എനിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം ലഹരിന്നൊരുങ്ങുന്ന കൗമാര ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് രണ്ട് വാക്ക് സംസാരിച്ച് നാം നിർത്താം. പ്രിയരെ, എന്താണ് ലഹരി എന്നുള്ളത്? ലഹരി എന്നുള്ളതൊരു യുദ്ധമാണ്. അതുകൊണ്ട് ഏത് ശക്തിയെയും നശിപ്പിക്കാൻ കഴിയും. ഈ നൈശിക ലോകത്ത് ഇത്തിരനേറ്റ സുഖത്തിന് വേണ്ടി ഒരാഴ്ച തന്നെ കളയുകയാണ് ലഹരി എന്നുള്ളത്. കേരളത്തിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യുവതലമുറയിൽ ലഹരി പെരുകി വരികയാണ്. ലഹരിയിൽ കാലിടറി വീഴുന്നവരിൽ ആൺകുട്ടികൾ മാത്രമല്ല, ധാരാളം പെൺകുട്ടികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, മൻ ശരിബൽ ഖംറ ഖറജ നൂറുൽ ഈമാൻ മിൻ ജൗഫ്. വല്ലവരുത്തനും കള്ളു കുടിച്ചാൽ അവന്റെ ഈമാന്റെ ഇടുപ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. യുവതലമുറയിൽ ലഹരിയിലുള്ള ചാഞ്ചാട്ടങ്ങൾ, ലഹരിക്കടിമപ്പെട്ട് സ്വന്തം വീടുകളിൽ കയറി ചെന്ന് സ്വന്തം പെറ്റുമ്മയോട് പോലും പെങ്ങളോട് പോലും തൻ്റെ ആവശ്യ പൂർത്തീകരണത്തിനായി കെഞ്ചി യാചിക്കുന്ന യുവതലമുറയെയാണ് മയക്കുമരുന്ന് നമുക്ക് സമ്മാനിക്കുന്നത്. പല രൂപവിധാനത്തിലും ഇന്ന് നിരത്തുകളിൽ ലഭ്യമാണ്. ഇതിനാവശ്യക്കാരും ഏറെയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഖുർആനിൽ പറയുന്നുണ്ട്, ഓ സത്യവിശ്വാസികളെ, കള്ളുകുടി, ചൂതാട്ടം, ബിംബങ്ങൾ ആരാധിക്കലൊക്കെ ശൈത്താന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. പൊടിമീശ മുളക്കുന്ന കൗമാരം ആദം ബീഡി തുണ്ടിലാണ് അവരുടെ തുടക്കമെങ്കിൽ ഇന്നത്തെ സ്കൂൾ കുട്ടികളുടെ തുടക്കം വൈക്നിയർ പോലുള്ള കഞ്ചാവിനേക്കാൾ മാരകമായ വസ്തുക്കളാണ് അവരുടെ ആദ്യ തുടക്കം. വീട്ടിൽ നിന്നുണരുന്ന കലാപങ്ങൾ പിന്നെ ക്ലബിലേക്ക് ചേക്കേറി സ്വന്തം സുഹൃത്തിനെ പോലും തയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കാൻ ഈ ലഹരി പദാർത്ഥങ്ങൾ കഴിയുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം മുതിർന്നവരിലാണ് ഈ പ്രവണത കണ്ടുവരുന്നതെങ്കിൽ ഇന്ന് സ്കൂൾ കുട്ടികളും കൗമാരക്കാരും ഇതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു. ലഹരി പദാർത്ഥങ്ങൾ ബാഹ്യ അവയവങ്ങൾ എന്നതുപോലെ ആന്തരിക അവയവങ്ങൾ ഇത് ബാധിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവര് ഒരു ഭ്രാന്തന്മാരെ പോലെയാണ് അവരെ നീക്കുപോക്കുകൾ. അവരുടെ ലഹരി ഉപയോക്താക്കളുടെ മനസ്സിൽ അവർ മരിച്ചുകണോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് ലഹരി ഉപയോക്താക്കളുടെ നീക്കുപോക്കുകൾ. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ വേറിട്ട് നിന്ന് ലഹരിയിൽ നിന്ന് മുക്തി കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.